വഖഫ് ഭേദഗതി നിയമം ഭരണഘടനാ വിരുദ്ധമെന്ന് അലിയാർ ഖാസ്മി. എറിയാട് വഖഫ് സംരക്ഷണ സമരത്തിന് ആയിരങ്ങളുടെ പിന്തുണ. നിയന്ത്രണം വിട്ട ടാറ്റോ സുമോ വഴിവിളക്കിലിടിച്ച് അപകടം. ചാലക്കുടിയിൽ വാഹനാപകടത്തിൽ 9 പേർക്ക് പരിക്ക്. ചാലക്കുടി ബസ് സ്റ്റാൻഡിലെ കംഫർട്ട് സ്റ്റേഷൻ അടച്ചത് യാത്രക്കാരെ ബുദ്ധിമുട്ടിലാക്കി. അനിശ്ചിതമായി അടച്ചതിനെതിരെ പൊതുജനങ്ങൾ പ്രതിഷേധത്തിലേക്ക്. നമസ്കാരം, ന്യൂസ് റൗണ്ടപ്പിലേക്ക് സ്വാഗതം. വിശദമായ വാർത്തകൾ നോക്കാം. വഖഫ് ഭേദഗതി നിയമം ഭരണഘടനാപരമായി നിലനിൽക്കുന്നതല്ലെന്നും അതിനെതിരെ ശക്തമായ ജനപ്രതിഷേധം ഒരുക്കേണ്ടതുണ്ടെന്നും ദക്ഷിണ കേരള ജംഇയ്യത്തുൽ ഉലമ ജനറൽ സെക്രട്ടറി അലിയാർ ഖാസ്മി. എറിയാട് വഖഫ് സംരക്ഷണ സമിതിയുടെ നേതൃത്വത്തിൽ ആരംഭിച്ച സമരത്തിൽ ആയിരങ്ങൾ പങ്കെടുത്തു. വിഭിന്ന ജുമാ മസ്ജിദുകളിലെ ഇമാമുമാരും മഹൽ ഭാരവാഹികളും സമുദായ സംഘടനാ പ്രതിനിധികളും ചടങ്ങിൽ പങ്കെടുത്തു. വഖഫ് ഭേദഗതി നിയമം ഭരണഘടനാപരമായി നിലനിൽക്കുന്നതല്ല എന്ന ഗൗരവമായ ആരോപണവുമായി എറിയാട് വഖഫ് സംരക്ഷണ സമിതിയുടെ നേതൃത്വത്തിൽ ശക്തമായ പ്രതിഷേധങ്ങൾക്ക് തുടക്കമായി. എറിയാട് പേബസാർ ജംഗ്ഷനിൽ നിന്ന് ആരംഭിച്ച പ്രതിഷേധ റാലിയിൽ സ്ത്രീകളും പുരുഷന്മാരും കുട്ടികളുമടക്കം ആയിരക്കണക്കിന് പേർ പങ്കെടുത്തത് വലിയ ശ്രദ്ധ പിടിച്ചുപറ്റുകയായിരുന്നു. അഴീക്കോട് 4 സീസൺ ഓഡിറ്റോറിയത്തിൽ നടന്ന പൊതുസമ്മേളനത്തെ അഭിസംബോധന ചെയ്തായിരുന്നു ദക്ഷിണ കേരള ജംഇയ്യത്തുൽ ഉലമ ജനറൽ സെക്രട്ടറി അലിയാർ ഖാസിമിയുടെ പ്രസ്താവന. വഖഫ് ഭേദഗതിയിലൂടെയുള്ള അനാവശ്യ ഇടപെടലുകൾ മുസ്ലിം സമുദായത്തിന്റെ മതസ്വാതന്ത്ര്യത്തിന് എതിരാണെന്നും അദ്ദേഹം മുന്നറിയിപ്പ് നൽകി. സമ്മേളനം കൊടുങ്ങല്ലൂർ ചെയർമാൻ ജുമാ മസ്ജിദ് ചീഫ് ഇമാം ഡോക്ടർ മുഹമ്മദ് സലീം നദ്വി ഉദ്ഘാടനം ചെയ്തു. എറിയാട് പഞ്ചായത്ത് മഹല്ല് ഏകോപന സമിതിയും വഖഫ് സംരക്ഷണ സമിതിയും സംയുക്തമായി സംഘടിപ്പിച്ച പരിപാടിക്ക് എ മുഹമ്മദ് ഇഖ്ബാൽ അധ്യക്ഷത വഹിച്ചു. ജനറൽ കൺവീനർ NM നൌഷാദ്, ഡോക്ടർ മുഹമ്മദ് അസ്ലം, MA സുലൈമാൻ തുടങ്ങിയവരും പരിപാടിയിൽ പ്രസംഗിച്ചു. വിവിധ ജുമാ മസ്ജിദുകളിലെ ഇമാമുമാരും മഹല്ല് ഭാരവാഹികളും സമുദായ സംഘടനാ പ്രതിനിധികളും ചടങ്ങിൽ പങ്കെടുത്തു. മീഡിയ ടൈം, കൊടുങ്ങല്ലൂർ. നിയന്ത്രണം വിട്ട ടാറ്റോ സുമോ വഴിവിളക്കുകാലിലിടിച്ച് 9 പേർക്ക് പരിക്ക്. ചാലക്കുടി ദേശീയപാതയിൽ പോട്ട സിഗ്നലിന് സമീപം 11:15 സംഭവം. ചാലക്കുടിയിലേക്ക് വരികയായിരുന്ന കുടുംബം സഞ്ചരിച്ച വാഹനമാണ് അപകടത്തിൽപ്പെട്ടത്. നിയന്ത്രണം വിട്ട കാർ റോഡരികിലെ വഴിവിളക്ക് കാലിലിടിച്ച് നിൽക്കുകയായിരുന്നു. ഇടിയുടെ ആഘാതത്തിൽ വാഹനത്തിൽ നിന്നും കുട്ടി റോഡിലേക്ക് വീണു. നാട്ടുകാരെത്തിയാണ് അപകടത്തിൽപ്പെട്ടവരെ ആശുപത്രിയിൽ എത്തിച്ചത്. ഊരകം സ്വദേശികളായ ചീരോത്ത് വീട്ടിൽ രാജേഷ് 38 വയസ്സ്, നാലുപുരയ്ക്കൽ സുമേഷ് ഭാര്യ വിബിന 28 വയസ്സ്, നാലുപുരയ്ക്കൽ വീട്ടിൽ സിദ്ധാർത്ഥൻ 75 വയസ്സ്, സിദ്ധാർത്ഥന്റെ ഭാര്യ മല്ലിക 58 വയസ്സ്, നാലുപുരയ്ക്കൽ അനീഷ് ഭാര്യ സന്ധ്യ 25 വയസ്സ്, അനീഷ് മകൻ 2.5 വയസ്സുകാരൻ ജ്ഞാനവ്, 4 വയസ്സുകാരൻ ജാൻവി, കുന്നംകുളം കോഴിപ്പറമ്പിൽ പ്രവീൺ മകൻ ആരാധ്യ 8 വയസ്സ്, ആധ്യാത്മിക 2 വയസ്സ്, സിനി 30 വയസ്സ് എന്നിവർക്കാണ് പരിക്കേറ്റത്. മീഡിയ ടൈം, ചാലക്കുടി. ചാലക്കുടിയിലെ യാത്രക്കാരെയും വ്യാപാരികളെയും വലിയൊരു ബുദ്ധിമുട്ടിലാക്കിയ ഒരു വാർത്ത. സൗത്ത് ബസ് സ്റ്റാൻഡിലെ കംഫർട്ട് സ്റ്റേഷൻ അടച്ചത് സഞ്ചാരികൾക്ക് വലിയ ദുരിതം സൃഷ്ടിക്കുന്നു. കംഫർട്ട് സ്റ്റേഷൻ അനിശ്ചിതമായി അടച്ചതോടെ പൊതുജനങ്ങൾ പ്രതിഷേധത്തിലേക്ക് നീങ്ങുകയാണ്. ചാലക്കുടി സൗത്ത് ബസ് സ്റ്റാൻഡിലെ ആധുനിക കംഫർട്ട് സ്റ്റേഷൻ അടച്ചുപൂട്ടിയത് യാത്രക്കാർക്കും വ്യാപാരികൾക്കും ദുരിതമാകുന്നു. ദിനംപ്രതി സ്ത്രീകളും വിദ്യാർത്ഥികളുമടക്കം 100 കണക്കിന് യാത്രക്കാരാണ് ഇവിടെ എത്തുന്നത്. ഇവർക്ക് ഉപയോഗിക്കാനുള്ള കംഫർട്ട് സ്റ്റേഷനാണ് ഒരാഴ്ചയോളമായി അടച്ചിട്ടിരിക്കുന്നത്. വെള്ളമില്ലെന്ന കാരണം പറഞ്ഞാണ് കരാറുകാരൻ കംഫർട്ട് സ്റ്റേഷൻ അടച്ചിട്ടിരിക്കുന്നത്. എന്നാൽ വെള്ളമില്ലെന്ന വിവരം നഗരസഭാ അധികൃതരെ അറിയിച്ചിട്ടില്ലെന്നാണ് നഗരസഭാ ആരോഗ്യ വിഭാഗത്തിൽ നിന്നും അറിയുന്നത്. കംഫർട്ട് സ്റ്റേഷനിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ടാങ്കറിൽ എത്തിക്കാനുള്ള സംവിധാനം നഗരസഭയിലുണ്ട്. കരാറുകാരൻ അറിയിക്കാതിരുന്നതിനാലാണ് വെള്ളം എത്തിക്കാതിരുന്നതെന്നാണ് നഗരസഭാ അധികൃതരുടെ വിശദീകരണം. ബസ് സ്റ്റാൻഡ് കെട്ടിടത്തിൽ പ്രവർത്തിക്കുന്ന 100ഓളം സ്ഥാപനങ്ങളിലെ സ്ത്രീകൾ അടക്കമുള്ള ജീവനക്കാർക്കും യാത്രക്കാർക്കും ഉപകാരപ്രദമായിരുന്ന കംഫർട്ട് സ്റ്റേഷനാണ് മുന്നറിയിപ്പില്ലാതെ അടച്ചുപൂട്ടിയത്. നഗരസഭയിൽ നിന്നും ലേലം കൊണ്ട കരാറുകാരൻ കംഫർട്ട് സ്റ്റേഷൻ കൃത്യമായി പരിപാലിക്കുന്നില്ലെന്ന പരാതി നേരത്തെ ഉയർന്നിരുന്നു. പുതിയ കരാറുകാരനെ കണ്ടെത്തി കംഫർട്ട് സ്റ്റേഷൻ പ്രവർത്തന സജ്ജമാക്കണമെന്നാണ് ആവശ്യമുയരുന്നത്. രസകരമായിട്ടുള്ള കാര്യമുണ്ട്. ചാലക്കുടി നഗരസഭ പൂർണ്ണമായ രീതിയിൽ വെളിയുടെ നിർമ്മാർജ്ജന സ്ഥലമായിട്ട് പ്രഖ്യാപിച്ചാണ് സ്ഥലമാണ്. ഇപ്പം ഇന്ന് ഇവിടെ ഉള്ളവരെല്ലാവരും മൂത്രമൊഴിക്കുന്നത് ഈ വടിയേരിയയിൽ നിന്നിട്ടാണ്. ഇവിടെ നിന്നിട്ടാണ് ആൾക്കാരെ ഓരോരുത്തരും മൂത്രമൊഴിച്ചുകൊണ്ടിരിക്കുന്നത്.
ഇവിടെ മൂത്രം ഒഴിക്കാൻ പാടില്ല, പൊതുസ്ഥലത്ത് ഒഴിക്കാൻ പാടില്ല, അപ്പിടാൻ പാടില്ല എന്നൊക്കെ നിയമം നിലനിൽക്കുമ്പോൾ നിവൃത്തിയോടുകൊണ്ട് ആൾക്കാർക്ക് ഇപ്പോൾ ഇതിൻ്റെ ബാക്കിലേക്കായിട്ടൊക്കെ സ്വന്തം ഈ കാര്യങ്ങൾ ചെയ്യേണ്ട സ്ഥിതി നിൽക്കുന്നത്. ഞാൻ പ്രസ് ക്ലബിൽ നിന്ന് മൂത്രം ഒഴിക്കാൻ വേണ്ടി പോകുന്ന ആളാണ്. അപ്പോഴാണ് ഞാൻ ഈ സംഗതി അറിയുന്നത്. മീഡിയ ടൈം, ചാലക്കുടി. തൃശൂർ പൂരം കലങ്ങിയിട്ട് ഇന്നത്തേക്ക് 1 വർഷം തികയുമ്പോഴും എങ്ങുമെത്താതെ അന്വേഷണം. വിവാദമായ പൂരം അട്ടിമറി ആരോപണ വിധേയനായ MR അജിത് കുമാറിനെ കൊണ്ട് അന്വേഷിപ്പിക്കാനുള്ള സർക്കാർ തീരുമാനത്തിനെതിരെ ഇടത് മുന്നണിക്കുള്ളിൽ നിന്ന് ഉയർന്നത് വ്യാപക എതിർപ്പാണ്. ഒടുവിൽ പ്രഖ്യാപിച്ച ത്രിതല അന്വേഷണം മെല്ലെ പോക്കിലാണ്. എഴുന്നള്ളിപ്പ് തടഞ്ഞും പൂരപ്രേമികളെ ലാത്തിവീശി ഓടിച്ചും പൂരനഗരി ബാരിക്കേഡ് വെച്ച് കെട്ടിയടച്ചും പോലീസ്. ആനകൾക്ക് തീറ്റയുമായി വന്ന ജീവനക്കാരെ പോലും ബലം പ്രയോഗിച്ച് നീക്കി. എഴുന്നള്ളിപ്പും പഞ്ചവാദ്യവും പാതി വഴിയിൽ ഉപേക്ഷിക്കേണ്ടി വന്നു. പുലർച്ചെ നടക്കേണ്ട വെടിക്കെട്ട് 4 മണിക്കൂർ വൈകി നടന്നത് പകൽ വെളിച്ചത്തിൽ. പൂരം കലങ്ങിയതിനും പൂരനഗരിയിലേക്കുള്ള തൃശൂരിലെ NDA സ്ഥാനാർത്ഥി സുരേഷ് ഗോപിയുടെ ആംബുലൻസിലെ എൻട്രിക്കും തമ്മിൽ ബന്ധമുണ്ടെന്നായിരുന്നു പ്രധാന ആക്ഷേപം. തെരഞ്ഞെടുപ്പിൽ തൃശൂരിൽ താമര വിരിയാൻ കാരണം പൂരം കലക്കലാണെന്ന് CPI ഇപ്പോഴും വിശ്വസിക്കുന്നു. പൂരം കഴിഞ്ഞ് 1 വർഷമായിട്ടും കലക്കലിന് പിന്നിലെ ഗൂഢാലോചനക്കാരെ കണ്ടെത്തിയില്ല. തിരുവമ്പാടി ദേവസ്വത്തെ വിമർശിക്കുന്ന റിപ്പോർട്ടിൽ ഒരു രാഷ്ട്രീയ പാർട്ടിയെയും പേരെടുത്തു പറഞ്ഞില്ല. അജിത് കുമാറിനെ രൂക്ഷമായി കുറ്റപ്പെടുത്തി DGP റിപ്പോർട്ട് തള്ളി. സ്ഥലത്തുണ്ടായിരുന്ന അജിത് കുമാർ എന്ത് ചെയ്യുകയായിരുന്നു എന്നായിരുന്നു DGPയുടെ ചോദ്യം. അജിത് കുമാറിന്റെ പങ്കിനെക്കുറിച്ചുള്ള DGPയുടെ അന്വേഷണവും ഗൂഢാലോചനയിലെ ക്രൈംബ്രാഞ്ച് അന്വേഷണവും ഒന്നുമായില്ല. ന്യൂസ് ഡെസ്ക്, മീഡിയ ടൈം. ഇനി നാട്ടിൽ നടന്നത്. ശ്രീനാരായണപുരം CU ജയൻ സ്മാരക വായനശാലയുടെ നേതൃത്വത്തിൽ MT അനുസ്മരണവും പുസ്തക പ്രദർശനവും നടത്തി. നോവലിസ്റ്റ് TK ഗംഗാധരൻ ഉദ്ഘാടനം ചെയ്തു. MT വാസുദേവൻ നായരെ പറ്റി പറയാനാണ് എന്നോട് അപേക്ഷിച്ചിട്ടുള്ളത്. MT വാസുദേവൻ നായരെ 3 തവണയാണ് ഞാൻ കണ്ടിട്ടുള്ളത്. പ്രത്യേകിച്ചും ഒന്ന്, ഞാൻ ഡൽഹിയിൽ കേന്ദ്ര സാഹിത്യ അക്കാദമിയിൽ രവീന്ദ്രഭവൻ എന്നാണ് പറയുക, കേന്ദ്ര സാഹിത്യ അക്കാദമി ഓഫീസിലെ രവീന്ദ്രഭവൻ. ഞാൻ അവിടെ ഡൽഹിയിൽ സെക്രട്ടേറിയറ്റിലായിരുന്നപ്പോൾ ഡൽഹി സൗത്ത് ബ്ലോക്കിൽ, ഞാൻ മിലിറ്ററിക്കാരനാണ്, അപ്പോൾ എനിക്ക് അവിടെ മിലിറ്ററിയിൽ സൗത്ത് ബ്ലോക്കിൽ ജോലി ചെയ്യാൻ എനിക്ക് അവസരം കിട്ടി. അപ്പോൾ ഒരു എഴുത്തുകാരനും വായനക്കാരനും എന്നുള്ള നിലയ്ക്ക് ഞാൻ സാഹിത്യ അക്കാദമിയിൽ എപ്പോഴും അവിടെ നിന്ന് പലപ്പോഴും പുസ്തകങ്ങൾ ഞാൻ വാങ്ങും, വില കുറച്ച് കിട്ടും. ഇന്ത്യൻ ഭാഷകളിലുള്ള എല്ലാ പുസ്തകങ്ങളും നമുക്ക് അവിടെ കിട്ടും. അപ്പോൾ ഒരിക്കൽ ഞാൻ അവിടെ ചെന്നപ്പോൾ ഒരു പുസ്തകമേള ഉദ്ഘാടനം ചെയ്യുന്നത് നമ്മുടെ MT ആണ്. അദ്ദേഹത്തിൻ്റെ ഇംഗ്ലീഷിലുള്ള പ്രസംഗം വളരെ ചാരുത നിറഞ്ഞതായിരുന്നു. അതിനെ വിവർത്തനം ചെയ്തത് നമ്മുടെ ഒരു തമിഴ്നാട്ടുകാരനായ ഒരു സുഹൃത്തായിരുന്നു. പിന്നെ ഞാൻ അദ്ദേഹത്തെ കാണുന്നത് മാതൃഭൂമി ഓഫീസിൽ വെച്ചാണ്. എൻ്റെ ബാരക് നോവൽ 20 കൊല്ലം മുമ്പ് എൻ്റെ ബാരക് എന്ന നോവൽ ദേശാഭിമാനി വാരികയിലാണ് ഖണ്ഡശ പ്രസിദ്ധീകരിക്കുന്നത്. വായനശാല സെക്രട്ടറി അനീഷ മനോജ് അധ്യക്ഷയായി. മോനീഷ് വെമ്പല്ലൂർ സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റും വായനശാല അധ്യക്ഷനുമായ അജിതൻ അവിണിപ്പുള്ളി എന്നിവർ സംസാരിച്ചു. ഭിന്നശേഷിക്കാരായ കുട്ടികളുടെ ക്ഷേമത്തിനും ഉന്നമനത്തിനും വേണ്ടി പ്രവർത്തിക്കുന്ന അലീവ് ചാരിറ്റബിൾ സൊസൈറ്റി വാർഷിക പൊതുയോഗം നടത്തി. പൊതുയോഗത്തോടനുബന്ധിച്ച് ലഹരിക്കെതിരെ സിംബോസിയവും സംഘടിപ്പിച്ചു. ET ടൈസൺ MLA സിംബോസിയം ഉദ്ഘാടനം ചെയ്തു. ചാരിറ്റബിൾ ട്രസ്റ്റ് പ്രസിഡന്റ് ഷൈൻ അധ്യക്ഷത വഹിച്ചു. കൊടുങ്ങല്ലൂർ ഡെപ്യൂട്ടി സൂപ്രണ്ട് ഓഫ് പോലീസ് VK രാജു മുഖ്യപ്രഭാഷണം നടത്തി. കൊടുങ്ങല്ലൂർ നഗരസഭാ ചെയർപേഴ്സൺ TK ഗീത ലഹരിക്കെതിരെയുള്ള പ്രതിരോധ ജ്വാല ഉദ്ഘാടനം ചെയ്തു. നിരവധി 30 വർഷത്തെ പോലീസ് ജീവിതത്തിനിടയിൽ നിരവധി ഇതുപോലെയുള്ള ആൾക്കാരെ നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷേ ഇങ്ങനെ ഒരാൾ ഈ ഒരു ഗണത്തിൽപ്പെട്ടിട്ട് മറ്റുള്ളവരെ ഉപദേശിക്കുകയും മറ്റുള്ളവരെ നന്നാക്കുകയും സ്വയം നന്നാകുകയും ചെയ്ത ഒരാളെ ഞാൻ ഇതുവരെ ഈ 30 വർഷത്തിനിടയ്ക്ക് ഞാൻ കണ്ടിട്ടില്ല എന്നുള്ളതാണ്. 16-ാം വയസ്സിൽ കഞ്ചാവിന് വീടുവലിയിലൂടെ കഞ്ചാവിലേക്ക് എത്തി, കഞ്ചാവിനടിമയായി. കഞ്ചാവിനടിമയാകുമ്പോൾ സ്വാഭാവികമായിട്ടും പണം ആവശ്യമാണ്. പണം ജോലി ചെയ്ത് സമ്പാദിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ പിന്നെ അടുത്ത മാർഗം മോശമാണ്. നമുക്ക് എല്ലാവർക്കും അറിയാം. അങ്ങനെ പണം സമ്പാദിക്കുകയും ആ ജീവിതത്തിലൂടെ മുന്നോട്ട് പോവുകയും
ഈ അമൃതത്തിന് തിരിച്ച് ലൈഫിലേക്ക് വരിക എന്നുള്ള കാര്യങ്ങളെല്ലാം അദ്ദേഹം വിശദമായിട്ട് നിങ്ങളോട് ഷെയർ ചെയ്യും. ഇവിടെ ഇരിക്കുന്ന ഒരാളും ലഹരി ഉപയോഗിക്കുന്ന ആളാണെന്ന് ഞാൻ ഒരിക്കലും മനസ്സിലാക്കുന്നില്ല. കാരണം എല്ലാവരും പാരൻസ് ആണ്. നാളെ ഈസ്റ്റർ. ക്രൈസ്തവർ ഈസ്റ്ററിനെ വരവേൽക്കാനുള്ള അവസാനവട്ട തയ്യാറെടുപ്പിലാണ്. 50 ദിവസം നീണ്ടുനിന്ന നോമ്പാചരണവും പ്രാർത്ഥനയ്ക്കും ശേഷമാണ് ഈസ്റ്റർ ആഘോഷങ്ങൾ. ഈസ്റ്റർ ആഘോഷത്തിന്റെ ഭാഗമായി നാളെ വിവിധ ദേവാലയങ്ങളിൽ കുർബാനകളും ശുശ്രൂഷകളും തിരുക്കർമ്മങ്ങളും ദിവ്യബലിയും നടക്കും. ക്രൈസ്തവർ ഭവനങ്ങളിൽ രുചികരമായ ഭക്ഷണങ്ങൾ ഒരുക്കി ആളുകൾ ഒത്തുചേരും. ഗാഗുൽത്ത മലയിലെ കുരിശിൽ മരിച്ച യേശു 3-ാം നാൾ ഉയർത്തെഴുന്നേറ്റതിന്റെ അനുസ്മരണമായാണ് ലോകമെങ്ങുമുള്ള ക്രിസ്തുമത വിശ്വാസികൾ ഈസ്റ്റർ ദിനം ആഘോഷിക്കുന്നത്. സംസ്ഥാനത്ത് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ ഇടിമിന്നൽ ജാഗ്രതാ നിർദ്ദേശം. കേരളത്തിൽ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ഇന്ന് ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കും മണിക്കൂറിൽ 40 മുതൽ 50 കിലോമീറ്റർ വരെ വേഗതയിൽ ശക്തമായ കാറ്റിനും സാധ്യതയുണ്ടെന്ന് കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ്. 19-20 തീയതികളിൽ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കും മണിക്കൂറിൽ 30 മുതൽ 40 കിലോമീറ്റർ വരെ വേഗതയിൽ ശക്തമായ കാറ്റിനും സാധ്യതയുണ്ട്. അടുത്ത 3 മണിക്കൂറിൽ തൃശൂർ അടക്കമുള്ള ജില്ലകൾക്കാണ് മുന്നറിയിപ്പ്. പരിയാരം ജിം വേൾഡ് ഫിറ്റ്നസ് ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ പഞ്ചായത്തിൽ രാസലഹരിക്കെതിരെ നടത്തുന്ന ഓൾ ഇന്ത്യ മാരത്തോൺ മത്സരം മെയ് 4-ന് പരിയാരം സെന്റ് ജോർജ് സ്കൂളിൽ നടത്തുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. പരിയാരം സെന്റ് ജോർജ് സ്കൂൾ മുതൽ കൊന്നക്കുഴി ചാട്ടുകല്ലുതറ വരെ നീളുന്ന മാരത്തോണിൽ 4 വിഭാഗങ്ങളിലാണ് മത്സരം നടക്കുന്നത്. 3 കിലോമീറ്റർ, 5 കിലോമീറ്റർ, 10 കിലോമീറ്റർ, 21 കിലോമീറ്റർ വിഭാഗങ്ങളിലാണ് മത്സരം. ക്ലബ്ബ് ഭാരവാഹികൾ, സന്നദ്ധ സംഘടനകൾ, പഞ്ചായത്ത് എന്നീ വിഭാഗങ്ങൾ ചേർന്ന കമ്മിറ്റിയാണ് ഓൾ ഇന്ത്യ മാരത്തോണിന് നേതൃത്വം നൽകുന്നത്. പ്രണവ് സദാനന്ദൻ, ആസ്വാദ് കൃഷ്ണ, അലൈസ് മേരി ഫ്രാൻസിസ്, BD സന്തോഷ് എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. പ്രധാന വാർത്തകൾ വീണ്ടും. വഖഫ് ഭേദഗതി നിയമം ഭരണഘടനാ വിരുദ്ധമെന്ന് അലിയാർ ഗാസ്മി. എറിയാട് വഖഫ് സംരക്ഷണ സമരത്തിന് ആയിരങ്ങളുടെ പിന്തുണ. നിയന്ത്രണം വിട്ട ടാറ്റോ സുമോ വഴിവിളക്കിലിടിച്ച് അപകടം. ചാലക്കുടിയിൽ വാഹനാപകടത്തിൽ 9 പേർക്ക് പരിക്ക്. ചാലക്കുടി ബസ് സ്റ്റാൻഡിലെ കംഫർട്ട് സ്റ്റേഷൻ അടച്ചത് യാത്രക്കാരെ ബുദ്ധിമുട്ടിലാക്കി. അനിശ്ചിതമായി അടച്ചതിനെതിരെ പൊതുജനങ്ങൾ പ്രതിഷേധത്തിലേക്ക്. ഇതോടെ ന്യൂസ് റൗണ്ടപ്പ് സമാപിച്ചു. നമസ്കാരം.